CPM നയിക്കുന്ന ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട് അങ്ങ് കണ്ണൂരിന്റെ മലപ്രദേശങ്ങളിൽ. അവിടെ പോലീസും കോടതിയും എല്ലാം CPM ആണ്. എതിരാളികളെ കണ്ടെത്തി കുറ്റം ചുമത്തുന്നതും ശിക്ഷ വിധിക്കുന്നതുമെല്ലാം പാർട്ടി തന്നെ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ പ്രവർത്തിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല എന്നതാണ് വാസ്തവം. ഈ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നെത്തുകയാണ് വടകര MP ഷാഫി പറമ്പിൽ. ഷാഫി പ്രതിനിധാനം ചെയ്യുന്ന വടകര മണ്ഡലത്തിന്റെ കീഴിലാണ് പല പാർട്ടി ഗ്രാമങ്ങളും നിലകൊള്ളുന്നത്. സ്വാഭാവികമായും ഇവിടെ എത്താൻ ഷാഫിക്ക് പ്രത്യേക അനുമതിയുടെ ആവശ്യമൊന്നുമില്ല. നേരത്തെ പല കോൺഗ്രസ് ജനപ്രതിനിധികളും ഇവിടെ എത്താൻ മടിക്കുമ്പോഴാണ് പുലിമടയിലേക്ക് ഷാഫി പറമ്പിൽ MP കടന്നുവരുന്നത്. നേരത്തെ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാൻ കോൺഗ്രസ് മുൻകൈയെടുത്തപ്പോൾ വലിയ പ്രതിഷേധമാണ് CPM ഉയർത്തിയത്. എന്നിട്ടും സധൈര്യം കോൺഗ്രസുകാർ അവിടെ പ്രതിമ സ്ഥാപിച്ചത് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. പിന്നീട് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പല പാർട്ടി ഗ്രാമങ്ങളിലും വലിയ പ്രതിസന്ധികൾ നേരിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം വടകരയിൽ MP ആയിട്ടുള്ള ഷാഫി പറമ്പിലിന് CPM-നെ വലിയ ഭയമൊന്നുമില്ല. ഇതിന്റെ അപ്പുറത്തുള്ള ഭീഷണികൾ മറികടന്നാണ് ഷാഫി എന്ന നേതാവ് വളർന്നു വന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കടന്നു ചെല്ലുന്ന ഷാഫി പറമ്പിൽ അവിടെ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി പാറിക്കുവാൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ സർക്കാരിനെ തുറന്ന് എതിർക്കുന്നതെന്നും അവരുടെ മടയിൽ കയറി ചെന്ന് അത് ബോധ്യപ്പെടുത്തുമെന്നും ഷാഫി സധൈര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഷാഫി പറമ്പിൽ MP നമുക്കൊപ്പം ചേരുകയാണ്. മറ്റന്നാൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്നലെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം UDF ആദ്യത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ആളുകൾ കിട്ടുന്നത്. വോട്ടർമാരൊരു ഉറച്ച തീരുമാനമെടുത്ത മട്ടാണ്. ഇനിയും ഈ ഗവൺമെന്റിനെ സഹിക്കേണ്ടതില്ല എന്നുള്ള ചിന്ത അവരിലുണ്ട്. അത് ലോക്കൽ ബോഡി ഇലക്ഷൻ ആണെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള വിരോധം വലിയ തോതിൽ പ്രകടമാണ്. ഭരണവിരുദ്ധ വികാരം വളരെ പ്രകടമാണ്. അതുകൊണ്ട് വോട്ടർമാരോട് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തെ ഇവരിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ രേഖപ്പെടുത്തുന്ന വോട്ട് കേരളത്തെ ഇവരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു കരുത്തായി മാറുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. UDF-ന് കൂടെ ഉണ്ടാവണമെന്ന് എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. പാർട്ടി ഗ്രാമങ്ങളിലടക്കം ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശനം നടത്തി. അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഞാൻ ജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ കേവലം UDF-കാരോ UDF അനുഭാവികളോ മാത്രമായിട്ടുള്ള ആളുകളുടെ മാത്രമല്ല. ഇപ്പം ഒരു സാധാരണ സഖാവിന്റെ മുമ്പിൽ PM ശ്രീ ഒരു വിഷയം വരികയാണ്. അയാൾ എങ്ങനെയാണ് അവനവനോട് അതിനെ ന്യായീകരിക്കുക? പുറത്ത് എന്ത് പറയാം, ഫണ്ടാണ് സ്റ്റേറ്റ് ആണെന്നൊക്കെ പറയാം. പക്ഷെ അവനവനോട് എങ്ങനെ ന്യായീകരിക്കുക? MA ബേബി അറിയാതെ, D രാജ അറിയാതെ, ബിനോയ് വിശ്വ അറിയാതെ, മന്ത്രിസഭയിലെ 4 മെമ്പർമാരറിയാതെ PM ശ്രീ കരാർ ഒപ്പിട്ട് കൊടുക്കേണ്ട ധൃതി എങ്ങനെ ഗവൺമെന്റിന് മുമ്പിൽ വന്നു? മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ മുന്നണി ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞ CPI മന്ത്രിമാരോട് 22-ാം തീയതി ക്യാബിനറ്റ് കൂടുമ്പോൾ അത് 16-ാം തീയതി ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് പോലും മറച്ചു വെക്കുന്നത് അത് എന്തിന്റെ പേരിലാണ്? അവർക്ക് തൃപ്തികരമായിട്ട് ഉത്തരവുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ലേബർ കോഡിനെ സംബന്ധിച്ച് TP രാമകൃഷ്ണൻ LDF കൺവീനർ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പോലും അറിയാതെ ഈ ലേബർ കോഡിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കി വെക്കുന്ന ഒരു സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ എങ്ങനെ മാറി? ഇനി ശബരിമല പോലെ ഒരു കൊള്ള ഒരു സർക്കാർ സംവിധാനം പൂർണ്ണമായും ഉപയോഗിച്ച് അതിന്റെ തണലിൽ അയ്യന്റെ സ്വർണം കവർന്നെടുത്തു എന്നുള്ള കോടതി സംശയങ്ങൾക്കിടയില്ലാത്ത വിധം പറഞ്ഞ് ഇപ്പൊ തുറങ്കിലടക്കപ്പെട്ടിരിക്കുന്നത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പഴയ MLA ആണ്, പഴയ ഏരിയ സെക്രട്ടറിയാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറും? എന്താ നടപടി എടുക്കാത്തത് എന്ന ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകും? അപ്പൊ അവർക്കെതിരായി ചിന്തിക്കുന്നവരിൽ ഗവൺമെന്റിനെ സ്നേഹിക്കുന്നവരല്ല, പക്ഷെ പാർട്ടിയെ സ്നേഹിക്കുന്നവരുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ അവർ സർക്കാരിനെ വലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ആ പാർട്ടിയെ സ്നേഹിക്കുന്നവർ പോലും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി കടന്നു വരട്ടെ. പിണറായി വിജയൻ സർക്കാരിനെതിരെ വിജയത്ത് ഉറപ്പായിട്ടും ഉണ്ടാകും. പിണറായി വിജയൻ സർക്കാരിനെതിരെ വിജയത്തുണ്ടാവും എന്നാണ് ഷാഫി പറമ്പിൽ MP പറയുന്നത്. ക്യാമറ അനിൽകുമാറിനൊപ്പം ധനിത ജയ്ഹിന്ദ് ന്യൂസ്.